കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സുസ്മിത, സുസ്മിത, ആ വരുന്നേ. എടി ഭയങ്കരി, നിന്റെ എല്ലാ കളി ഇന്ന് തീർന്നു കിട്ടും. എന്താ ആന്റി? നീ ഇങ്ങ് വന്നേ. ഞാൻ ഈ കണ്ടത് സത്യമാണോ? ആന്റി എന്താ കണ്ടെന്നറിയാതെ. നീ രാജേശ്വരിക്ക് ആധാരം കൈമാറുന്ന വീഡിയോ. അത് സത്യം ആന്റി. അപ്പൊ നീയാണല്ലേ ശാലിനിയുടെ വീടിന്റെ ആധാരത്തിന് പകരം ഈ വീടിന്റെ ആധാരം മാറ്റിവെച്ചത്? അയ്യോ അല്ല ആന്റി. നീയല്ലേ ഇപ്പൊ സമ്മതിച്ചത് രാജേശ്വരിക്ക് ആധാരം കൈമാറിയെന്ന്? രാജേശ്വരി ചേച്ചിക്ക് ആധാരം കൈമാറിയത് ഞാനാണെന്ന് സമ്മതിച്ചു. പക്ഷേ ആധാരങ്ങൾ തമ്മിൽ മാറ്റിയത് ഞാനാണെന്ന് സമ്മതിച്ചോ? മനസ്സിലാകുന്ന ഭാഷ പറ സുസ്മിത. ശാലിനിയുടെ വീടിന്റെ ആധാരം ഇവിടെ എത്തുന്നതിന് മുമ്പ് എവിടെയാ ഇരുന്നേന്ന് ഇവളോടൊന്ന് ചോദിച്ചു നോക്കാൻഡി. രാജേശ്വരി ചേച്ചിയുടെ വീട്ടില്. ആ ആധാരം ഇപ്പോഴും ഇവളുടെ അച്ഛന്റെ പേരിലാ. കൊറേ നാളായിട്ട് ഇവരമ്മയും മക്കളും അയാളുമായിട്ട് പറ്റിക്കൂടാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പോരാത്തതിന് ശാരികയുടെ വിവാഹവും. അതുകൊണ്ട് ആ ആധാരം ഗോപാലകൃഷ്ണൻ രഹസ്യമായി ഇവർക്ക് എടുത്തു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് രാജേശ്വരി ചേച്ചിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചേച്ചി ആ ആധാരം എടുത്ത് മാറ്റിയിട്ട് സ്വന്തം പേരിലുള്ളൊരു ചെറിയ വസ്തുവിന്റെ ആധാരം അവിടെ വെച്ചു. അത് പണയം വെച്ചാലും ചേച്ചിക്ക് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആ ആധാരം ശാലിനിയുടെ മുറിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. ആധാരത്തിലെ പേര് രാജേശ്വരി ചേച്ചിയുടേതായതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് വിവരം അറിയിച്ചു. ചേച്ചിയോടുള്ള വിരോധം കൊണ്ട് ശാലിനി അത് കീറിക്കളയുമെന്ന സംശയത്തിൽ പെട്ടെന്ന് അത് കൊണ്ടുപോയി കൊടുക്കാൻ അവരെന്നോട് പറഞ്ഞു. ആധാരം തിരികെ കൊടുത്തതിനാ രാജേശ്വരി ചേച്ചി താങ്ക്സ് പറഞ്ഞത്. ആധാരം മാറ്റിവെച്ചു എന്ന് പറയുന്നത് എന്നെ പറ്റിയല്ല, ചേച്ചി മാറ്റിയ കാര്യമാ. അതും അവരുടെ വീട്ടില്. 5 സെന്റ് ഭൂമിയുടെ ആധാരത്തിന് 30 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും കിട്ടില്ലെന്ന് മനസ്സിലാക്കി ആന്റിയുടെ വീടിന്റെ ആധാരം മോഷ്ടിച്ചത് ഈ ശാലിനി തന്നെ. ആന്റി നിന്നെ ഞാൻ തൊട്ടുപോകരുത് അവളെ. കള്ളി അവള് എന്തെല്ലാം കള്ളക്കഥകൾ പറഞ്ഞ അവള് രക്ഷപ്പെട്ടത്. എന്റെ ശാരികേച്ചയുടെ ജീവിതം തകർന്നത് പോലും സത്യമ്മ പരിഗണിച്ചില്ലല്ലോ പ്രീതി. ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്.
മോളെ സാരമില്ല. മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർ സത്യത്തിൽ അന്ധനല്ലായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അമിതമായ പുത്രസ്നേഹമായിരുന്നു അത്രേ അയാളുടെ അന്ധത. കൺമുന്നിൽ അനീതി നടന്നാലും കണ്ണു മൂടിയിരിക്കും. എന്റെ ഭാമയെ അന്ധയാക്കിയിരിക്കുന്നത് പുത്രസ്നേഹമല്ല, തോഴിയുടെ പുത്രിയോടുള്ള സ്നേഹമാണെന്ന് മാത്രം. വിചാരണ ചെയ്യാനും ശിക്ഷ വിധിക്കാനും ഇവിടെ ഞാനുണ്ട്. സുസ്മിത തന്നെയാണ് ആധാരം മാറ്റിയെന്നതിന് തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി അതും കൊണ്ട് വാ. അപ്പൊ നോക്കാം ബാക്കി. പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവോ? ഹാജിയാര് വിചാരിച്ച ഒരു ജോലി തരാനാണ് ബുദ്ധിമുട്ട്. ഹാജിയാരുടെ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അല്ല, നീ സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ എപ്പോഴേ സംസാരിച്ചു. ആശാനെ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഹാജിയാര് പറഞ്ഞേ. ആശാൻ ധൈര്യമായിട്ട് വന്നേ. ഇറങ്ങി വാ ആശാനെ. സ്കൂളിലെ മാഷന്മാരുടെ ശമ്പളം കൊടുത്തില്ലേ? കൊടുത്തു. കാലാസിലെയോ? അതും കൊടുത്തു. എന്നാ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. ശരി. അല്ല, ഇത് ആരപ്പായി വരുന്നത്? വരണം വിസുമോനെ. കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഇളനീര് പെട്ടാൻ പറയണോ? ഒന്നും വേണ്ട ആചാര്യ. ഞാൻ വന്നത് കമലം പറഞ്ഞിരുന്നു, ജോലിക്കാരിയല്ലേ? അതെ. ഈ മില്ലില് മാത്രമല്ല, കൂപ്പില് നമ്മളെ ജോലിക്കാരുണ്ട്. ലോറി പണിക്കാര് വേറെ, കൂടാതെ ഒരു സ്കൂളും എഞ്ചിനീയറിംഗ് കോളേജും ആശുപത്രി, അതിനു പുറമെ തീപ്പെട്ടി ഉണ്ടാക്കുന്ന കമ്പനിയും ഫാക്ടറി. ഇതിൽ എവിടെയാ മോന് ഞാൻ പണി തരിക? കോളേജിലോ സ്കൂളിലോ ആശുപത്രിയിലോ പറ്റില്ല. അവിടെ ഒരുപാട് പഠിപ്പുള്ളവരാ ജോലി ചെയ്യുന്നത്. മില്ലിലോ കൂപ്പിലോ കമ്പനിയിലോ തരാമെന്ന് വെച്ചാ ആ പണിയൊന്നും മോന് ശരിയാവില്ല. ആചാര്യ, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. മോൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കും. മോനെ കൊണ്ട് അത് പറ്റുകയും ചെയ്യും. സത്യാമ്മയുടെ മോനെ കൊണ്ട് കൂലിവേല ചെയ്യിക്കുന്നു നാട്ടുകാര് പറഞ്ഞ ഹാജിയാരൊക്കെ അത് കുറച്ചില്ല. അപ്പോ ചുരുക്കി പറഞ്ഞ സത്യാമ്മയുടെ മകനോട് ജോലിയില്ല. മോനൊന്ന് നിൽക്കണം. ഞാൻ വേറൊരു കാര്യമാ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കി നടത്താൻ ഒരാളില്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല, പക്ഷെങ്കില് പ്രായമായി തുടങ്ങിയില്ലേ, മനസ്സെത്തുന്നിടത്ത് ആളെത്തില്ല. എനിക്കും കൗസൂനും ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചിട്ടില്ല അള്ളാഹു. ആ സ്ഥാനത്ത് നിൽക്കാൻ മോനെ കൊണ്ട് പറ്റുവന്ന എന്റെ ചോദ്യം. ഇപ്പറഞ്ഞ സ്ഥാപനങ്ങളും മില്ലും ഒക്കെ നോക്കി നടത്തുന്ന ഒരു ജനറൽ മാനേജർ വേണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ശാലിനി മോളുടെ ഭർത്താവ് വിഷ്ണു അല്ലേത്? ഭേദപ്പെട്ടൊരു ശമ്പളം നിശ്ചയിക്കാം. എന്ത് പറയും? നന്ദി ഉണ്ടാവും എനിക്ക് ഈ ജോലി തരുന്നതിന്. അങ്ങോട്ട് ഉറപ്പിക്കണ്ട. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടി തീരുമാനമാകാനുണ്ട്. ശരി ആചാര്യ, എനിക്ക് ഇത്രയൊക്കെ പരിഗണന തന്നതിൽ നന്ദിയുണ്ട്. ആചാര്യെ വിശ്വസിച്ച് ഞാൻ പോവാ.
ആയിക്കോട്ടെ. ശരി. ആശാനെ ഇപ്പൊ എന്തായി? അയാള് ജോലി തരികയായിരിക്കുമല്ലടാ. ഹാജർ അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല ആശാനെ. കേറ്. ഇന്നലെ കണ്ട ഒരാൾക്ക് കമ്പനി സ്ഥാപനങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ പോവാണോ ഹാജിയര്? കച്ചവടത്തിൽ ഹാജിയാർ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യുമെന്ന് അനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷേ ഒരു പച്ചയും ഇല്ലടാ. ഹാജിയാരുടേനേക്കാൾ വലുതാടാ സത്യഭാമയുടെ സാമ്രാജ്യം. പലിശ പണം കൊണ്ട് അവര് പെരുകിക്കൊണ്ടിരിക്കുക. ഉന്നതങ്ങളിൽ പിടിപാടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്നാ നിന്റെ വിചാരം? എടാ, സ്വത്തുണ്ടാക്കുന്നതിൽ മാത്രമല്ല അത് സംരക്ഷിക്കുന്നതിലും ഉണ്ട് കാര്യം. ഒരു കൈക്കുടന്ന വെള്ളം കോരിയിട്ട് അത് മുഴുവൻ വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോയാൽ എന്തോ ചെയ്യും? മനസ്സിലായില്ല ഹാജിയരെ. ഹാജിയാര് കോരുന്ന വെള്ളം മുഴുവൻ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു. സത്യഭാമ കോരുന്ന വെള്ളം മുഴുവൻ കൈക്കുടന്നേൽ തന്നെ ഇരിക്കുന്നു. ഏത്? കമ്പനിയിൽ യൂണിയൻ പ്രശ്നം, കൂപ്പിൽ തൊഴിൽ പ്രശ്നം, കാളേഴ്സില് ശമ്പള വർധന, ഇതെല്ലാം ആയിട്ട് ഹാജിയാരുടെ കീശ ചോർന്നോണ്ടിരിക്കുക. ഓരോ ദിവസവും സത്യഭാമയ്ക്ക് അതുണ്ടാകുന്നില്ല. അതെന്താ അറിയില്ല ഹാജിയരെ. എടാ, അവിടെ കൊടി പിടിക്കാനും പണിമുടക്കാനും മുട്ടിടിക്കും. വിഷ്ണുവിനെ പോലെ ഒരുത്തനല്ലേ സത്യഭാമയ്ക്ക് വേണ്ടി ചാവേറാകാൻ പോലും തയ്യാറായി നിൽക്കുന്നത്? അത് ശരിയാ. ആ, അതേ വിഷ്ണുവിനെ ഹാജിയാരുടെ പാളയത്തിലേക്ക് കിട്ടിയാലോ? ഹാജിയാരുടെ ബിസിനസ് വലുതാവും. ഹാ, അതാടാ ഹാജിയാരുടെ ബുദ്ധി. ഈ ബുദ്ധി ഉള്ളത് കൊണ്ടാ ഹാജിയാര് ഹാജിയാരായതും നീ വെറും മാനേജറായതും. പേരിനേ ഉള്ളൂ ജനറൽ മാനേജര്. അവൻ ഇവിടെ ചെയ്യുന്നത് സത്യഭാമയ്ക്ക് വേണ്ടി ചെയ്യുന്ന അതേ ജോലി തന്നെ ആവും. ഗുണ്ടാപ്പണി. അമ്മേ. ആ മോളെ, നീ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നല്ലേ? ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാ അടുക്കളയിൽ കൈ ഒഴിഞ്ഞത്. പറ, എന്താ വിശേഷം അവിടെ? പ്രധാന വിശേഷം നമ്മുടെ ആധാരത്തെക്കുറിച്ച് തന്നെയാ അമ്മേ. എവിടെ നിന്നാണോ അമ്മയ്ക്കത് കിട്ടിയത് അവിടേക്ക് തന്നെ അത് തിരിച്ചെത്തി. ഇപ്പൊ ആ ആധാരം രാജേശ്വരിയുടെ കൈ തന്നെ തിരികെ എത്തിയിരിക്കുക. രാജേശ്വരിയുടെ കയ്യിലോ? അതെ അമ്മേ. പക്ഷെ അതെങ്ങനെ മോളെ? ഏട്ടത്തിയമ്മയെ തെളിവ് കിട്ടി. ഏട്ടത്തിയമ്മയുടെ വീടിന്റെ ആധാരത്തിന് പകരം സത്യാമ്മയുടെ വീടിന്റെ ആധാരം മാറ്റിവെച്ചത് ആശാനല്ല, ആ സുസ്മിതയാ ഏട്ടത്തിയമ്മയുടെ ആധാരം മാറ്റിവെച്ചത്. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്, ഒരു വീഡിയോ. അത് ഞാനിപ്പോ അയച്ചുതരാം. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ ആധാരം ചേച്ചിക്ക് മടക്കി തരുന്നറിയോ? ഒരാൾ കുറ്റം ചെയ്തെന്ന് ഉറപ്പാക്കാതെ ശിക്ഷ വിധിക്കാനാവില്ല രാഘവേട്ട. സുസ്മിത തന്നെയാണ് ആധാരം മാറ്റിയെന്നതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി അതും കൊണ്ട് വാ. അപ്പൊ നോക്കാം ബാക്കി. അപ്പൊ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി ശാരികയുടെ കല്യാണമെന്നർത്ഥം. അതേ വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കാം, അല്ലേ മോളെ? ആ സുസ്മിത ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലമ്മേ. അവൾക്ക് എന്ത് ലാഭം ഉണ്ടായിട്ടാ ഇതൊക്കെ? പക്ഷെ അതിന്റെ പേരിൽ നീ ആ പാവം വിഷ്ണുമോനല്ലേ സംശയിച്ചത്? ഓ, അയാൾ അത്ര പാവമൊന്നുമല്ല എന്നാര് പറഞ്ഞു? നീ ആ കുട്ടിയെ ശരിക്കും മനസ്സിലാക്കാഞ്ഞിട്ടാ. അവൻ ആത്മാർത്ഥതയുള്ള ഒരു ആണൊരുത്തനായിട്ടാ എനിക്ക് തോന്നിയത്. ഞാൻ എന്ത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് അമ്മ പറയുന്നത്?
അല്ലെങ്കിൽ അയാളുടെ ആത്മാർത്ഥത കൂടുതൽ എന്താണെന്ന് നമ്മ ഒന്ന് പറഞ്ഞു തന്നാലും മതി. പറയാം. നമ്മുടെ ശങ്കരേട്ടൻ പറഞ്ഞ് ഞാനൊരു കാര്യം അറിഞ്ഞു. എന്ത് കാര്യം? നിന്റെ ഭർത്താവ് ജോലി അന്വേഷിച്ച് നടക്കുവാന്ന്. ജോലി അന്വേഷിച്ചോ? അതെ. ആൾക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്ന് ഉറച്ച ആലോചനയിലായിപ്പോ. അതിനുവേണ്ടി മുഹമ്മദ് ഹാജിയെ കാണാൻ തടിമില്ലി ചെന്നെന്ന് ശങ്കരേട്ടൻ കണ്ടെന്ന്. അമ്മേ, സത്യാണോ ഈ പറയുന്നത്? അല്ല പിന്നെ നോണ. എടി, സത്യഭാമയുടെ മോൻ സ്വന്തമായി ജോലി അന്വേഷിച്ച് നടക്കണമെങ്കിലേ ആ മനസ്സിലുണ്ടായ മുറിവുകൾ എത്രയാന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ വീട്ടിൽ നിന്ന് പണം എടുത്ത് ശാരികയുടെ കല്യാണം നടത്താൻ നോക്കിയപ്പോ സത്യഭാമ തടഞ്ഞെന്നല്ലേ നീ പറഞ്ഞത്? അതാ ആ കുഞ്ഞിന്റെ മനസ്സിന് ഇത്ര വാശിയുണ്ടാക്കിയത്. സ്വന്തമായി പണം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായെങ്കിലേ അത് ആ നിമിഷം ആവാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഈ ജോലി അന്വേഷിച്ച് നടക്കണമെങ്കിലേ അതും നമ്മുടെ ശാരിക്ക് വേണ്ടിയാണെന്ന് വേണം നീയും ഞാനും മനസ്സിലാക്കേണ്ടത്. പക്ഷെ അമ്മേ, അതിപ്പോ അതിപ്പോ ഇതിപ്പോ ഒന്നുമില്ല. എടി, ഇതാ ഞാൻ പറഞ്ഞത്, നീ ആ കുട്ടിയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. കയ്യിന്ന് എപ്പോഴോ ഒരു തെറ്റ് സംഭവിച്ചു പോയതിന്റെ പശ്ചാത്താപം ഉണ്ട് വിഷ്ണുമോന്. അത് തിരുത്താൻ വേണ്ടി പല വഴികളും നോക്കുന്നുണ്ടാവും പാവം. അത് തിരിച്ചറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല മോളെ. ദൈവം പൊറുക്കില്ലത്. ഭർത്താവിന് പിന്തുണയും സഹായമായിട്ട് നിൽക്കേണ്ടവളാ ഭാര്യ. പുറംകാലം കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് പോലും താലി കെട്ടിയ ആളുടെ പിന്നാലെ പോയവളാ നിന്റെ ഈ അമ്മ. ആ ശാരദാമ്മയുടെ മോള നീ എന്ന് മറക്കരുത്. അമ്മ, ഇല്ലമ്മ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. സന്തോഷം. അമ്മയ്ക്ക് ഇനി ഒന്നും പറയാനില്ല മോളെ. കഴിഞ്ഞതൊക്കെ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കാഴ്ചപ്പാടി മാത്രമല്ല, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൂടി വേണം നമ്മൾ ചിന്തിച്ചു നോക്കാൻ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും നമ്മൾ മനസ്സ് കാണിക്കണം. അമ്മ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ മോളെ. ശരി, എന്നാ അമ്മ വെക്കട്ടെ. ശരി മോളെ. ആധാരം രാജേശ്വരുടെ കയ്യിലെത്തിയെങ്കിൽ അതെടുത്തു തന്നത് ഗോപാലേട്ടനാണെന്ന് അവക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ പാവത്തിന് അവളെ കൊല്ലാതിരുന്നാ മതിയായിരുന്നു. എന്റെ ഈശ്വര. നിനക്ക് IAS പഠിക്കാനുള്ള തലച്ചോറേ ഉള്ളൂ ശാലിനി. മുറിയിൽ കൂടെ ഉറങ്ങുന്ന മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടിയിട്ടില്ല. കഷ്ടം. എന്റെ ജീവിതമോ നിങ്ങൾ തൊലച്ചു. ഇപ്പൊ എന്റെ ചേച്ചിയുടെ ജീവിതം കൂടിയാണ് നിങ്ങൾ നശിപ്പിച്ചത്. ഇത്രയ്ക്ക് ദ്രോഹം ചെയ്യാൻ ഞാൻ എന്റെ പാവോടെ തന്നോട് ചെയ്തത്. നിങ്ങളൊരു മനുഷ്യനാണോ അതോ മൃഗോ?
രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പാവം. ശാലിനിക്ക് സമയാസമയത്ത് മരുന്നും ഗുളികയും ഒക്കെ തന്നും നെറ്റിയില് തുണി നനച്ചിട്ടുമൊക്കെ കാവലിരിക്കുകയായിരുന്നു.